ഇത്തവണത്തെ നീറ്റ് എക്സാമിൽ 720-715 മാർക്ക് നേടി ഓൾ ഇന്ത്യ തലത്തിൽ 147ാമത്തെ റാങ്ക് നേടിയ എബി ജോസിന്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പം ഏറ്റവും നല്ല വിജയമാണ്. അതിനാദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു. ഈ ഒരു റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പം പപ്പയുടെ മമ്മിയുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? വളരെ സന്തോഷം തോന്നുന്നൊരു സന്ദർഭമായിരുന്നത്. ഇത്രയും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും നിയർലി ഒരു 7-10 വരെ നമ്മൾ പ്രതീക്ഷിച്ചു കിട്ടുമെന്ന് എക്സാം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ അതിനുശേഷമാണ് പിന്നെ ഒരു 5 മാർക്ക് കൂടി കൂടുതൽ കിട്ടിയപ്പോൾ 15 കിട്ടി. അത് വളരെയധികം സന്തോഷമുണ്ട്. അതിൽ പ്രത്യേകിച്ച് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഒരു പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറയാതിരിക്കാൻ മറക്കാനോ പറ്റില്ല. അവരുടെ ഒരു ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഭയങ്കര സന്തോഷമുണ്ട്. ബ്രില്യൻറ്റിനോട് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് വരുമ്പം ബ്രില്യൻറ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ബ്രില്യൻറ്റ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ്, കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ് വളരെയധികം നമ്മൾക്ക് ഇമ്പ്രസീവ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവിടേക്ക് എടുത്തത്. പിന്നെ നല്ല റിസൾട്ടാണ് അവരവിടെ നിന്ന് വന്നിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രില്യൻസ് എന്നാണ് നമുക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ബ്രില്യൻ്റ് തന്നെ തിരഞ്ഞെടുത്തത്. അതിൽ ബ്രില്യൻ്റ് തിരഞ്ഞെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷമായി. കാരണം ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് ബ്രില്യൻറ്റിൻ്റെ ഒറ്റ എഫർട്ട് കൊണ്ടും ഇവനും പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നാലും ബ്രില്യൻറ്റിൻ്റെ ഗൈഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കിട്ടിയത്. ബ്രില്യൻറ്റിന്റെ ഗൈഡൻസും അതോടൊപ്പം തന്നെ എബിയുടെ ഹാർഡ് വർക്കും, അത് എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഏറ്റവും നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ എബിയുടെ ഈ ചെറുപ്പം മുതലുള്ള ഒരു പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതൽ 5ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചിരുന്നു. പിന്നെയൊക്കെ അവൻ തന്നെയാണ് പഠിച്ചത്. പിന്നെ +2 തുടങ്ങിയപ്പോൾ പിന്നെ ഫിസിക്സ് ചേട്ടനാണ് കംപ്ലീറ്റ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഏത് ഉറക്കത്തിൽ ഇവന് കിട്ടണം അങ്ങനെ എല്ലാം ചേട്ടൻ ചോദിക്കുക. കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ എന്നോട് ചോദ്യം ചോദിക്കും, ഫിസിക്സിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഉത്തരം പറയാം. അവന് ഫിസിക്സ് ഇവന് ഇഷ്ടമായിരുന്നു. പിന്നെ ബോട്ടണിയാണ് കുറച്ച് അവന് ഇരുന്ന് വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. അപ്പൊ പിന്നെ ബോട്ടണി കുറച്ച് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. എന്നാലും പിന്നെ അതൊക്കെ പിക്കപ്പ് ചെയ്ത ആള് ബോട്ടണിയിൽ ഇപ്പൊ ആൾക്ക് ഫുൾ ഉണ്ടല്ലോ, ഫിസിക്സ് ആണല്ലോ പോയത് കുറച്ചെങ്കിലും. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഫിസിക്സിന് 100% ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഫിസിക്സ് ആണ് ഇവന് കിട്ടുമെന്ന് വിചാരിച്ചത് 100%. പക്ഷെ പെർസെൻറ്റേജ് ബട്ട് ഇതിൽ കിട്ടി. ബോട്ടണിയിലും സുവോളജിയിലും അതുമാതിരി കെമിസ്ട്രിയിലും നല്ലത് കിട്ടി. ഫിസിക്സിൽ പോയതിൽ ഇവന് വലിയ വിഷമമുണ്ട്. കാരണം ഇവന്റെ സബ്ജക്റ്റിലാണ് മാർക്ക് പോയിരിക്കുന്നത്. ഒരു വിഷമമായിരുന്നു. കാരണം അറിയുന്നൊരു ചോദ്യം അങ്ങനെ പെട്ടെന്നുള്ള ഒരു ആങ്സൈറ്റിയിൽ തെറ്റിപ്പോയതായിരിക്കാം. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫിസിക്സ് ഇഷ്ടമുള്ള വിഷയമാണ്. ചേട്ടൻ തന്നെയാണ് ഇതിന്റെ മെന്റർ എന്ന് പറയാം. അത്രേ ഉള്ളൂ. പിന്നെ ഈ ചെറുപ്പം മുതലേ ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? ഒട്ടും ഉണ്ടായിരുന്നില്ല. അവന് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആയിരുന്നു ഇവന് ഇഷ്ടം. കമ്പ്യൂട്ടറിൽ തന്നെയായിരുന്നു അവൻ ചെയ്തിരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവൻ റിപ്പീറ്ററാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവൻ എഴുതിയപ്പോ അവന് 595 മാർക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അന്ന് പിന്നെ എഞ്ചിനീയറിംഗിന് ചേരാമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് അബൌവ് 700 എയിംസ് കിട്ടിക്കൂടാ. ഞാൻ പറഞ്ഞു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മള് ഫോഴ്സ് ചെയ്യണില്ല. പറഞ്ഞു ഇല്ല ഞാൻ നോക്കട്ടെ, ഞാൻ ബ്രില്യൻറ്റിലെ ചേരുള്ളൂ, ഇവിടെ പറ്റില്ല, ഇവിടെ ശരിയാവില്ല. ബ്രില്യൻറ്റിൽ ചേർന്നിട്ട് ഞാൻ എന്തായാലും എയിംസ് പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം എത്തി. പക്ഷെ ഇപ്പൊ എയിംസ് ഇപ്പോഴും കിട്ടില്ല, അത് വേറെ വശം. പക്ഷെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രില്യൻറ്റിന്റെ ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. കുടുംബത്തില് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും ഒക്കെ? ആരുമില്ല. ഈ ഫാമിലിയിലെ ബിസിനസ് ക്ലാസ് ആണ് എല്ലാവരും. ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമായിരുന്നു തോന്നുന്നത്. എനിക്ക് സിസ്റ്റേഴ്സും പിന്നെ ഒരു ബ്രദറും എല്ലാവരും ബിസിനസ് റിലേറ്റഡ് ആണ്. പിന്നെ ഇവന് അങ്ങനെ ഒരു ഇത് പറഞ്ഞു ഞാൻ മെഡിസിന് പോകണം എന്നുള്ള ഒരു ഇത്. പിന്നെ ചേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേട്ടനും ഇവനെ കുറെ അധികം പറഞ്ഞിരുന്നു, ഈ മെഡിസിൻ എടുത്തോ, അതിൻ്റെ ഒരു വാല്യൂസ് വേറെയാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇത് റയറാണ്. ഇത് കിട്ടുന്നത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര റയറാണ്. അപ്പൊ അതുകൊണ്ട് അത് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് അവൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവന് സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. ചേട്ടൻ പറയണതാണ് അവന് കാര്യം. 100% പിന്നെ ശരി, 100% ചേട്ടൻ പറയുന്നതാണ് ശരി.
അവൻ തന്നെയാണ് ഇവനെ പഠിപ്പിച്ചത്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല. ഇവരിപ്പോ ഇവിടെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് 7-8 ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് തന്നെ പഠിക്കും. ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു കൊടുക്കും. ട്യൂഷനൊന്നും പോകാറില്ലായിരുന്നു ആദ്യം മുതലേ. ട്യൂഷൻ ഭയങ്കര ദേഷ്യം, തീരെ ഇഷ്ടമില്ല ട്യൂഷൻ. ഇതുവരെ 3 പോയിട്ടില്ല, ട്യൂഷൻ പോയിട്ടില്ല. ഇവനും പോവില്ല, ഉറപ്പാണ്. ട്യൂഷന് പോവില്ല എന്ന് പറഞ്ഞിരുന്നു, പോയിട്ടില്ല ഇതുവരെ. അങ്ങനെയാണ് ആളുടെ ഒരു പഠന രീതി. പിന്നെ കുറച്ചു നേരമൊക്കെ പഠിക്കണുള്ളൂ അവൻ ശരിക്കും പറയണെങ്കിൽ. കാരണം അത്ര കയറിങ് ആയിട്ട് തോന്നിയിട്ടില്ല, നമുക്ക് തോന്നിയില്ല ഇവനിങ്ങനെ അച്ചീവ് ചെയ്യുന്നു. പക്ഷെ ഇവന്റെ മറ്റു സാധാരണഗതിയിൽ കുറെ നേരം ഇരുന്ന് പഠിക്കുന്ന കുട്ടി അവന് ചെയ്യില്ല. ഇവൻ വളരെ കുറച്ചു നേരം പഠിക്കും. പക്ഷെ ബ്രില്യന്റിൽ ചെന്നപ്പോ പഠിച്ചു തുടങ്ങി, അവിടെ ചെന്നപ്പോ പഠിച്ചു തുടങ്ങി. മൊബൈല് കയ്യിൽ നിന്ന് മാറ്റിയപ്പോ തൊട്ട് അവന് പഠിക്കാനുള്ള ഒരു ജ്വരം ഒരു അഡ്വാൻറ്റേജ് ആയത്. കാരണം മൊബൈൽ ഉണ്ടെങ്കിൽ ആളതുമ്മ ഗെയിംസ്, ചെസ്സാണ് മെയിൻ പരിപാടി. ചെസ് കളിയാണ് അതുമ്മ മെയിൻ ആയിട്ട് ചെയ്യാറ്. അപ്പൊ അത് മൊബൈൽ അവൻ പറഞ്ഞിരുന്നു, മൊബൈൽ പോയാൽ ഞാൻ ശരിയാവും എന്ന് ഇവരെന്നെ തോന്നി. അങ്ങനെയാണ് പിന്നെ മൊബൈൽ അവിടെ ചെന്ന് പിന്നെ മൊബൈലില്ല. മൊബൈല് മാറിയപ്പോ തന്നെ അവന്റെ ഫുൾ അതന്നെ. പുറത്തേക്ക് വന്നു. പിന്നെ അവിടെ കോമ്പറ്റീഷൻ പിള്ളേരും ഉണ്ടല്ലോ. അവിടെ നല്ല കോമ്പറ്റീഷൻ അല്ലായിരുന്നു. കാരണം കുട്ടികള് ഈക്വൽ ആയിട്ടുള്ള ആളുകൾ കോമ്പറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും അതിന്റെ ഒരു പവർ ഉണ്ടല്ലോ. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്തു അതിന് കിട്ടി. അപ്പൊ കുട്ടികൾ കോമ്പറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നന്നായിട്ട്. പിന്നെ ദൈവാനുഗ്രഹം, ഭാഗ്യം, ദൈവാനുഗ്രഹം അത്രേ പറയാനുള്ളൂ. ഹാർഡ് വർക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് നല്ലൊരു റിസൾട്ടിലേക്ക്. എബി, നമ്മുടെ ഒരു വർഷത്തെ ബ്രില്യന്റിന്റെ ആ ഒരു ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ബ്രില്യന്റ് അത്യാവശ്യം നല്ല ഇതായിരുന്നു. ഹോസ്റ്റലില് എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ ഒരേ ഇതാകുമ്പോ നമ്മുടെ ഒരേ വൈബിൽ വരുമ്പോ പഠിക്കാനും നമുക്ക് തോന്നും. ഒരുമിച്ച് എല്ലാവരും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് അവിടെ പഠിക്കാനും രസമുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ടീച്ചിങ്ങും അത്യാവശ്യം നല്ല ഹൈ ഇതായിരുന്നു. പിന്നെ അവിടെ മൊത്തത്തിൽ ഓവറോൾ ഒരു റാങ്ക് എത്തിക്കുന്നൊരു സാഹചര്യമായിരുന്നു അവിടെ. അപ്പം പിന്നെ എന്തായാലും അവിടെ ചെന്ന ഒരു നല്ല റാങ്ക് കിട്ടാമെന്ന് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും. അല്ല, ആരായാലും ബ്രില്യന്റിൽ ചെന്ന റാങ്ക് കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ നടത്തിയിരുന്നപ്പം ഉള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ ക്യാഷ് പ്രൈസുകൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഗോൾഡ് മെഡലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലേക്കുള്ള റിസൾട്ടിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റിയായിരുന്നോ? അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. മോഡലുകളൊക്കെ വല്ലപ്പോൾ മാർക്ക് കുറയുമ്പോൾ നമ്മൾ ശ്രമിക്കണം, മാർക്ക് വീണ്ടും മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടാൽ നമുക്ക് എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ. അത് ആർക്കായാലും ഫുൾ എഫേർട്ട് ഇട്ടാൽ എന്തായാലും കിട്ടാവുന്നതാണ് നീറ്റ്. ഇവരുടെ മോഡൽ എക്സാം കറക്റ്റ് അതേ പാറ്റേൺ ആയതുകൊണ്ട് അതേ ഫെമിലിയാരിറ്റി. പിന്നെ അവസാനത്തെ ആഴ്ചയിൽ വന്ന മോഡലിന്റെ അതേ പാറ്റേൺ ആയിരുന്നു നീറ്റ് വന്നിരുന്നത്. അപ്പോൾ ആ ഡിഫിക്കൽട്ടി ലെവല് കറക്റ്റ് അതേപോലെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നീറ്റ് വന്നപ്പോൾ വലിയ ഡിഫിക്കൽട്ടി തോന്നിയില്ല. അതേ ഇതിൽ പോയി എളുപ്പത്തിൽ എക്സാം എഴുതി കോൺഫിഡൻ്റായോടെ എക്സാം എഴുതി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് പേര് ഈ നീറ്റ് എക്സാം എഴുതാനായിട്ട് ഇരിക്കുന്നു, അടുത്ത വർഷത്തേക്ക് ഇരിക്കുന്നു. അപ്പൊ ആ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളോടും ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ, ഇപ്പൊ ഒരു സക്സസ്ഫുൾ പാരന്റ് തന്നെയാണ്, കാരണം നല്ലൊരു റിസൾട്ട് വാങ്ങിച്ച ഒരു മകന്റെ അച്ഛനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ സാറിന് എന്താ അവരോട് പറയാനുള്ളത്? എനിക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിനോട് പറയാനുള്ളത് കൂടുതൽ സ്ട്രെസ് അവർക്ക് കൊടുക്കാതിരിക്കുക. അവരുടെ മാക്സിമം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ എപ്പോഴും അവരുടെ മാർക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ടോ എന്ന് തോന്നുന്നു. അപ്പോൾ പരമാവധി അവരെ വിട്ടുകൊടുക്കുകയാണ്. അവരൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള പിള്ളേരാണ്, വളരെ കേപ്പബിൾ ആണ് ഈ പിള്ളേരൊക്കെ. അപ്പോൾ അവർക്ക് മാതാപിതാക്കൾ അവരെ സ്ട്രെസ് കൊടുക്കാതെ പരമാവധി അവർക്ക് ഫ്രീ മൈൻഡ് അവർക്ക് കൊടുക്കുക. മാക്സിമം അവരെ ഫ്രീ ആക്കി വിടുക, സ്ട്രെസ് കൊടുപ്പിക്കരുത്. നമ്മൾ ഓരോ പ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞ് വരുമ്പോഴും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ അവരെ പഴിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്തായാലും എല്ലാ കുട്ടികളും നല്ല ടാലന്റഡ് സ്റ്റുഡൻസ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പൊ അവര് അവരുടെ എബിലിറ്റിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. ആ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ സഹായം എന്ന് പറയുന്നത് നമ്മളവരെ ഇത് ബൂസ്റ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യിക്കുക, അത്രേ പറ്റുള്ളൂ. അല്ലാതെ അവരെ കമാൻഡിങ് അതൊരു ശരിയായിട്ടുള്ള ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുട്ടികൾ കൂടുതൽ സ്ട്രെസ് കൊടുത്താൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ പാരന്റ്സ് ചെയ്യേണ്ടത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ പറയാതിരിക്കുക, അവരുടെ ഇഷ്ടത്തിന് വിടുക. അത് വിചാരിച്ച് ട്രാക്ക് തെറ്റാണെങ്കിൽ നമ്മളൊന്ന് ഡിവൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് കൊച്ചുങ്ങളുടേതായിട്ടുള്ള ചില ചാബല്യങ്ങൾ അവർക്ക് ഉണ്ടാവാലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക.
അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇവരെല്ലാം കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സ്ഥിതി വരരുത്. അത് വന്നിട്ട് കാര്യമില്ല. അങ്ങനെ കുട്ടികൾ വന്നിട്ട് ആ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവരെന്നെ വിചാരിക്കണം. ഇതിൽ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല, അവരെന്നെ വിചാരിക്കണം. അപ്പൊ അവർ വിചാരിക്കാനായിട്ട് നമ്മളതിനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് എനിക്ക് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ മറ്റു ആളുകളോടും പറയാനുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം നല്ല ഒരു റിസൾട്ട് കിട്ടും. ഷുവർ 100% അങ്ങനെ കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാം, ലൈക്ക് ബ്രില്യൻറ്റ്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നില്ലെങ്കിൽ അത് അവരുടെ കരിയറിനെ ബാധിക്കും. അവരുടെ കേപ്പബിലിറ്റി ചിലപ്പോൾ കുറഞ്ഞു പോവാം. അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുകയാണെങ്കിൽ ഷുവർ, എസ്പെഷ്യലി ബ്രില്യൻറ്റ്. അതുവരെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ബ്രില്യൻറ്റിൽ വന്നു പോകുന്ന ഓരോ കുട്ടികളുടെയും റിസൾട്ട്, ആ റിസൾട്ടാണ് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലിയുടെ സന്തോഷം എന്ന് പറയുന്നത്. ആ ബ്രില്യൻറ്റ് ഫാമിലിയുടെ അംഗങ്ങൾ തന്നെയാണ് ഓരോ കുട്ടികളും അവരുടെ മാതാപിതാക്കളും. അപ്പോൾ ഇവരുടെ ഒരു സന്തോഷം ഞങ്ങളുടെ ഫാമിലിയും അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ സെക്ഷനിലെ ആൾക്കാരുടെയും സന്തോഷം കൂടിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഒരു നിമിഷം പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ ഒരു നല്ല റിസൾട്ടിൽ ഏറ്റവും നന്നായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാ ആൾക്കാരും പങ്കുചേരുകയും ചെയ്യുന്നു. ഞങ്ങൾക്കും നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ ഇത്രയും സമയമില്ലാത്തപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളോട് ഇങ്ങനെ അഭിനന്ദിക്കാൻ നിങ്ങൾക്കൊരു അവസരം സമയം കിട്ടിയതിലും വളരെയധികം നന്ദിയുണ്ട്. അത് നമ്മൾ ആ നന്ദി എപ്പോഴും നിങ്ങൾക്കുണ്ട്, അതിലെ ഒരു സംശയമില്ല. അപ്പൊ ഇനിയും ബ്രില്യന്റ് വളരെ വളരെ ഉന്നതി അടുത്ത കൊല്ലം ഇക്കൊല്ലം 5 സ്റ്റുഡന്റ് ആണ്, 4 സ്റ്റുഡൻസ് അല്ലേ. അത് അടുത്ത കൊല്ലം ഒരു 4 എന്നുള്ളത് ഒരു 50 മാർക്ക്. കാരണം എല്ലാ പിള്ളേരും എയിംസിലേക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ ഒരു ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.